Meet the editors. വിദ്വേഷത്തിന് കേസില്ലേ എന്നാണ് ചോദ്യം. സ്മൃതി വെള്ളാപ്പള്ളി നടേശൻ അവസാനിപ്പിക്കുന്നില്ല, തുടരുകയാണ്. ഏതോ ഒരു പദ്ധതി ഏറ്റെടുത്തു എന്ന മട്ടിലാണ് വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായിട്ട് ഈ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അന്ന് പി സി ജോർജിനെതിരെ കേസെടുക്കുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാൻ എന്തുകൊണ്ടാണ് വൈകുന്നത് എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ചോദിക്കുന്നു, സർക്കാരാണ് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത്. പച്ചയ്ക്ക് ഇങ്ങനെ വർഗീയത പറഞ്ഞ് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ പച്ചവെള്ളത്തിനെ തീ പിടിപ്പിക്കുന്നതിൽ മതതീവ്രത പിടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേസെടുക്കുന്നില്ലേ എന്നാണ് ചോദ്യം. കേസ് എടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതോ ഒരു പദ്ധതിയല്ല, കൃത്യമായ പദ്ധതിയുണ്ട് വെള്ളാപ്പള്ളിക്ക് എന്നുള്ളതാണ്. അപ്പോൾ വെള്ളാപ്പള്ളി വർഗീയ പ്രസംഗങ്ങൾ നടത്തുന്നതിനും ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത ഈ 30 വർഷം പൂർത്തിയാക്കിയപ്പോൾ പിണറായി വിജയൻ പൊന്നാട അണിയിച്ച പരിപാടി, ആ പരിപാടി നേരത്തെ നിശ്ചയിച്ചതായിരിക്കുമല്ലോ. അപ്പോൾ അതിന് തൊട്ട് തലേ ദിവസം ഈ പറഞ്ഞതുപോലെ മലപ്പുറത്തെ ശ്വാസമുട്ട് പ്രസംഗം നടത്തുന്നു. ഇതിപ്പോൾ ഇന്നത്തെ പരിപാടി നേരത്തെ നിശ്ചയിച്ചതാണ്, കൊച്ചിയിലെ സ്വീകരണം. ഇവിടെയും വി എൻ വാസവനാണ് അത് ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുൻപ് വർഗീയ പ്രസംഗം നടത്തുക. അതുമാത്രമല്ല, ഇന്ന് അദ്ദേഹം വെല്ലുവിളി നടത്തുന്നുണ്ട്. തന്നെ കത്തിച്ചാലും, തൻ്റെ കോലം കത്തിച്ചാലും, കാന്തപുരം കുന്തമെറിഞ്ഞാലും താനിത് തുടരുമെന്നാണ് പറയും. ഈ കാന്തപുരത്തെ എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞ പോലെ കാന്തപുരത്തിന് ഇപ്പോൾ ഒരു വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാന്തപുരത്തിന് സ്വീകാര്യത ലഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പറയാൻ പാടില്ലാത്തതാണ്, പക്ഷേ മറ്റു മതത്തിലെ ആളെയാണ് സഹായിക്കുന്നത്, നിമിഷപ്രിയെ. അതൊക്കെ ഇപ്പോൾ എടുത്തു പറയേണ്ട രൂപത്തിലേക്ക് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സഹായം ചെയ്യുന്നു, കാന്തപുരത്തിനെ എല്ലാവരും പ്രേസ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് വീണ്ടും ഒരു വർഗീയ പ്രസംഗം നടത്തുന്നു. ഇദ്ദേഹത്തിന് മറ്റൊരു രീതി കൂടിയുണ്ട്. ഇപ്പോൾ 2015 ഈ പറഞ്ഞ പോലെ BDJS തുടങ്ങുന്നതിന് മുമ്പുണ്ടായ സമത്വ മുന്നേറ്റ യാത്ര, ആ യാത്രയിലും 5ാം മന്ത്രിസ്ഥാനം ലീഗ് ആവശ്യപ്പെട്ടു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ പറഞ്ഞ നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പരിപാടി നടത്തിയത്. അപ്പോൾ അന്നും തെരഞ്ഞെടുപ്പിനടുത്താണ്, ഇപ്പോഴും തെരഞ്ഞെടുപ്പിനടുത്താണ്. അപ്പോൾ ഈ സമയങ്ങളിൽ ഈ തരത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് VD സതീശൻ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. കുറ്റം പറയാമായിരുന്നു എപ്പോൾ അതിൽ ശക്തമായ മറുപടി മുഖ്യമന്ത്രി നൽകിയിരുന്നെങ്കിൽ. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് അദ്ദേഹം കുമാരനാശിനേക്കാൾ ആ സീറ്റിലിരുന്ന ആളെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കൂടുതൽ പുകഴ്ത്തി പറഞ്ഞു. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ കൃത്യമായി നടപ്പാക്കുന്ന ആളെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ വി എൻ വാസവൻ പറയുന്ന വാചകങ്ങൾ ഇതാണ്: വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്നയാളാണ്. കുത്തഴിഞ്ഞ പുസ്തകമായിരുന്ന SNDP യോഗത്തെ കുത്തിക്കെട്ടി നല്ല പുസ്തകമാക്കിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള കാലത്ത് 30 വർഷങ്ങൾക്ക് മുമ്പ് SNDP യോഗം കുത്തഴിഞ്ഞ പുസ്തകമായിരുന്നു എന്നും അദ്ദേഹം വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നും ആണ് പറയുന്നത്. VSന്റെ കാലത്തല്ലേ മൈക്രോ ഫിനാൻസ് കേസ് തുടങ്ങുന്നത്? VS ആണല്ലോ അതിൽ തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ മൈക്രോ ഫിനാൻസ് കേസിൻ്റെ അവസ്ഥ എന്താണ്? ഏത് തലത്തിലെത്തി നിൽക്കുന്നു? ഇനി അദ്ദേഹം പറയുന്ന കോളേജുകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് കോളേജുകൾ കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഉള്ള കോളേജുകളുടെ അവസ്ഥ എന്താണ്? പലതും ജപ്തി നേരിടുന്നു എന്നാണ് മുൻ SNDP യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, SNDP യോഗം പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹെഡ് ഓഫീസ് ഇപ്പോൾ ജപ്തിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വരെ ഹെഡ് ഓഫീസ് ജപ്തിയിലായിരുന്നു. 15 കോടി ദുരുപയോഗം ചെയ്തു, അതിൽ നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ അറിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ കടന്നു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം. അദ്ദേഹം കൊണ്ടു നടക്കുന്ന സമുദായത്തിൻ്റെ സ്ഥാപനം ആ രൂപത്തിൽ പോകുന്നു. വലിയ കടത്തിലാണെന്ന് പറയുന്നു. ഈ പറയുന്ന പലയിടത്തും കോളേജുകൾ തുടങ്ങാൻ പറയുമ്പോൾ അവരോട് ആ നിലയ്ക്ക് സ്വന്തം നിലയ്ക്ക് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ഹെഡ് ഓഫീസിൽ നിന്ന് പണം നൽകുന്നില്ല, ഓരോ ഭാഗത്തും സ്വന്തം നിലയ്ക്ക് തുടങ്ങിക്കോളൂ എന്ന് പറയുക, അവർ കടത്തിലാവുക, ബുദ്ധിമുട്ടുക. ഇതാണ് മലബാറിലും കണ്ടിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു വിഷയം. ഇനി CPMൻ്റെ പ്രതികരണം നോക്കൂ. വളരെ നേരത്തെ ഈ കാര്യത്തിൽ ഇന്ന് വൈകിട്ട് പ്രതികരിച്ചത് M സ്വരാജാണ്. M സ്വരാജ് വെള്ളാപ്പള്ളിയെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ആ കാര്യത്തിൽ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് കേരളം ഇത് തിരിച്ചറിയും, കേരളം ഇത് തള്ളിക്കളയുമെന്നാണ് പറയുന്നത്. കേരളം തള്ളിക്കളയും എന്ന് പറയുന്നിടത്ത് ഇവിടെ മുഖ്യമന്ത്രി തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അത് പറയുമ്പോൾ ഇവിടുത്തെ ഒരു മന്ത്രി അത് തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ ഈ വർഗീയ പ്രസംഗം നടത്തിയ നേതാവിനെയാണ് അവിടെ ഇരുത്തിക്കൊണ്ട് ഇത്രയധികം പുകഴ്ത്തുന്നത്. അപ്പോൾ പുകഴ്ത്തുമ്പോഴും വെള്ളാപ്പള്ളി പറയുന്നത് എന്താണ്? തനിക്കെതിരെ കേസെടുത്തോളൂ എന്നാണ്. അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ഈ കേരളത്തെ. വെല്ലുവിളി ആർക്കു നേർക്കാണ്?
ഒരു സർക്കാരുകളും BJP സർക്കാരല്ലാതെ ഒരു സർക്കാരുകളും, ഇതിന് മുമ്പുണ്ടായത് ഇടത് സർക്കാരാകട്ടെ UDF സർക്കാർ, ഒരു സർക്കാരുകളും ഇങ്ങനെ വർഗീയ പ്രസംഗം നടത്തുന്ന ഒരു നേതാവിനെ എൻഡോസ് ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ് കേരളം കാണുന്നത്. അപ്പോൾ അതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് കേരളം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇത് ശക്തമായ വിമർശനങ്ങൾ ഇന്നിപ്പോൾ ചന്ദ്രിക പത്രത്തിൽ മുഖപ്രസംഗം വന്നിട്ടുണ്ട്. വലിയ രൂപത്തിൽ വെള്ളാപ്പള്ളി വിമർശിക്കുന്നുണ്ട്. അതിനുശേഷം ഇന്ന് പല നേതാക്കളുടെയും പ്രതികരണം വരുന്നു. കോൺഗ്രസ് നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത കെ ബാബുവും ഹൈബി ഈഡനും അദ്ദേഹത്തെ പുകഴ്ത്തുന്നുണ്ട്. പരിപാടിയിൽ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പ്രതികരിക്കേണ്ട ഒരു രൂപമായിട്ട് അതിനെ കാണാം. പക്ഷേ കെ ബാബുവിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഈഴവ വിഭാഗത്തിൽ നിന്ന് വരുന്ന നേതാവാണ്, വെള്ളാപ്പള്ളിയെ തള്ളി പറയുന്ന ഒരു നേതാവല്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് മാധ്യമങ്ങൾ വേട്ടയാടിയ നേതാവാണെന്നാണ്. മാധ്യമങ്ങൾ വെറുതെ അങ്ങ് വെള്ളാപ്പള്ളിയെ വേട്ടയാടുകയായിരുന്നു. അതായത് അദ്ദേഹത്തിന് അറിയാമല്ലോ, അദ്ദേഹത്തിന് സ്വരാജിനോട് പരാജയം ഏറ്റത് ഈ വെള്ളാപ്പള്ളി കരിയാഞ്ഞിട്ടാണോ? അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് കേസ് വേറെ ഉണ്ടല്ലോ, ഇവിടെ ബാർ അഴിമതി, അതൊരു വിഷയമായി അവിടെ നിൽക്കുന്നുണ്ട്. അതിലാണ് അദ്ദേഹത്തിന് അന്ന് പരാജയം സംഭവിച്ചത്. അപ്പോൾ എം സ്വരാജ് അവിടെ ഇട വോട്ടുകൾ ഉണ്ടായിട്ടും അതിൽ കൃത്യമായി പ്രതികരിക്കുന്നുണ്ട്. സ്വരാജ് ഇപ്പോൾ നിലമ്പൂരിലായിരിക്കുമ്പോഴും സ്ഥാനാർത്ഥിയായിരിക്കുമ്പോഴും ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. പാർട്ടി അതിനുശേഷം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. ആ വാർത്താക്കുറിപ്പിൽ SNDP യോഗത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു കുഴപ്പം എന്ന രൂപത്തിലാണ്. SNDP യോഗത്തിന് മുഴുവൻ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല, നമ്മൾ ആരും അങ്ങനെ കുറ്റം പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി എന്ന നേതാവിനെ മാത്രമാണ് വിമർശിച്ചത്. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ പേര് പറയാതെയാണ് ആ വിമർശനം, ആ വാർത്താക്കുറിപ്പ് വരുന്നത്. അതിൻ്റെ തുടക്കത്തിൽ പറയുന്നു, കേരളത്തിൻ്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് പോർലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് CPM സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നത്. ഇതിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. ആർക്കെതിരെയാണ് പറയേണ്ടത്? അതില്ല. അതിൻ്റെ അവസാന ഭാഗത്ത് എന്താണ്? അവസാന ഭാഗത്ത് പറയുന്നു, മതങ്ങളുടെ സാരം ഏകമാണെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP മതനിരപേക്ഷ സംരക്ഷിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ഏതൊരു ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ആർക്കും അവതരിപ്പിക്കാം, എന്നാൽ അത് മതവൈര്യം ഉൾപ്പെടെ ഉണ്ടാക്കുന്ന തരത്തിലാകരുതെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നു. എന്തൊരു ദുർബലമായ പ്രതികരണമാണ്. ഇനി അദ്ദേഹം പറയുന്ന കേരളം മുസ്ലിങ്ങൾ ഭരിക്കും, മുസ്ലിങ്ങളുടേതാകും എന്ന് പറയുമ്പോൾ ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്? ഇവിടെ എങ്ങനെയാണ് ഭരിച്ചിട്ടുള്ളത്? നമ്മുടെ മുന്നിൽ കണക്കുകളില്ലേ? കേരളത്തിൽ ആരൊക്കെയാണ് ഭരിച്ചിരുന്നത്? ഇവിടുത്തെ ജനസംഖ്യാനുപാതം എങ്ങനെയാണ്? നായർ 12.5%, ബ്രാഹ്മണൻ 0.5%, ഈഴവർ 22.2%, മുസ്ലിം 26.9%, ക്രിസ്ത്യൻ 18.3%, SC ST 10.5%. കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാർ ബ്രാഹ്മണ നായർ വിഭാഗത്തിൽ നിന്ന് 35 വർഷം 5 മാസം ഭരിച്ചിട്ടുണ്ട്. ഈഴവർ ഭരിച്ചത് 15 വർഷമാണ്, ക്രിസ്ത്യൻ ഭരിച്ചത് 12 വർഷം 6 മാസമാണ്, മുസ്ലിം ഭരിച്ചത് 53 ദിവസമാണ്. SC STയിൽ നിന്ന് ഉണ്ടായിട്ടേയില്ല. കേരളം രൂപീകരണം മുതലുള്ള മന്ത്രിമാരുടെ കണക്ക് 2021 വരെ നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണ നായർ വിഭാഗത്തിൽ 123, ഈഴവ വിഭാഗത്തിൽ നിന്ന് 64, ക്രൈസ്തവരിൽ നിന്നും 87, മുസ്ലിമിൽ നിന്നും 65, SC STയിൽ നിന്നും 19. എയ്ഡഡ് സ്കൂളുകളുടെ സാമുദായിക ഉടമസ്ഥ നോക്കിയാൽ ഹിന്ദു 2957, ക്രിസ്ത്യൻ 2956, മുസ്ലിം 1384. എയ്ഡഡ് കോളേജുകളുടെ സാമുദായിക ഉടമസ്ഥ നോക്കുമ്പോൾ ഹിന്ദു 95, ക്രിസ്ത്യൻ 63, മുസ്ലിം 38. സർക്കാർ ജോലിയിൽ ബ്രാഹ്മണ നായർ വിഭാഗം 42%, ഈഴവർ 21%, 21.9%, ക്രിസ്ത്യൻ 18.25%, മുസ്ലിം 13.5%, 13.5%. ഈ 13.5%-നോടാണ് ഈ 21.9% മത്സരിക്കുന്നത്. SC ST ആകട്ടെ 11.3%-മേ ഉള്ളൂ. അപ്പോൾ ഈ എന്ത് നേടിയെടുക്കുന്നു എന്നാണ് പറയുന്നത്? ഇപ്പോൾ ബിസിനസ്സുകൾ കൂടുതലായി അവർ തുടങ്ങുന്നു എന്നുള്ളതാണോ പ്രശ്നം? കൂടുതൽ കടകൾ സ്ഥാപിക്കുന്നു, അവർ കച്ചവടത്തിൽ മുന്നേറുന്നു എന്നുള്ളതാണോ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രശ്നം? അതും കൊടുക്കരുത് എന്നാണോ പറയുന്നത്? ഈ പറയുന്ന എന്താണ്, നന്നായി ഒരുപാട് പ്രസവിച്ച് കുറേ ആളുകളെ ഉണ്ടാക്കിയാലേ നമുക്കിനി മുന്നേറ്റം ഉണ്ടാകൂ എന്ന് ഈഴവ സ്ത്രീകളോട് അദ്ദേഹം ഉപദേശിക്കുന്നുണ്ടായിരുന്നല്ലേ. മുസ്ലിം സമുദായത്തെ ആണെങ്കിൽ പെറ്റുകൂട്ടുന്നവർ എന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ വിഭാഗത്തിൽപ്പെട്ട യൂസഫ് അലിയാണ് അദ്ദേഹത്തിൻ്റെ മകനെ കേസിൽ നിന്ന് രക്ഷിച്ചതെന്നുള്ള വാർത്ത കൂടിയുണ്ട്. അപ്പോൾ എന്ത് നോക്കിയിട്ടാണ് വെള്ളാപ്പള്ളി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വെള്ളാപ്പള്ളിക്ക് ഇവിടെ യഥേഷ്ടം പറയാവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്, അല്ലെങ്കിൽ ഈ പറയുന്നത് കൈ നനയാതെ മീൻ പിടിക്കാന്ന് പറയില്ല, അതാണ്. അതായത് ഇത് രണ്ടു കൂട്ടർക്കും കൊണ്ടും ചെയ്യണം. BJPക്കും ഒരേ സമയം BJPക്കും CPM-നും സ്വീകാരനാകുന്നു വെള്ളാപ്പള്ളി എന്നിടത്താണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. അങ്ങനെ വെള്ളാപ്പള്ളി ഈ വർഗീയ പ്രസംഗങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും. ഒരു നടപടിയും ഉണ്ടാകില്ല, ഒരു അറസ്റ്റും ഉണ്ടാകില്ല. എങ്ങോ നോക്കി ആരോ എന്തോ പറഞ്ഞു എന്ന മട്ടിലൊരു പ്രസ്താവന ഇറക്കി CPM കൈകഴുകിയാണ്. ഇതൊരു ശക്തമായ പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നില്ല.
ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. ഇത്രയുമായിട്ടും നടപടിയില്ല. അന്ന് വി എസ് അച്യുതാനന്ദൻ പണ്ട് പ്രസംഗിച്ചത് ഓർമ്മയില്ലേ? വി എസ് അച്യുതാനന്ദൻ പറയുന്നത് അവിടെ നിന്ന് വെള്ളയും മുണ്ടും വെള്ള ഷർട്ടുമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ യാത്ര തുടങ്ങിയാൽ നിക്കറുമിട്ട് പൂജപ്പുരയിൽ പോയി കിടക്കേണ്ടി വരും. മൈക്രോ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കേസ് തുടങ്ങുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദൻ്റെ ഒരു ശക്തമായ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഷൈലോക്ക് എന്നാണ് അന്ന് വി എസ് അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നത്. പേരെടുത്തു പറഞ്ഞുള്ള വിമർശനമായിരുന്നു. ആ സ്ഥാനത്താണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് പൊന്നാട കിട്ടുന്നു. വേദിയിൽ ചരിത്രം സൃഷ്ടിച്ച നേതാവ് എന്ന് CPM-ൻ്റെ മന്ത്രി തന്നെ പറയുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇപ്പോൾ ഇതാ കേസെടുക്കുന്നില്ല. ഈ ഘട്ടത്തിലും കേസെടുത്തിട്ടില്ല. കേസെടുക്കില്ലേ? അവരുടെ മിഷൻ അക്കംപ്ലിഷ്ഡ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ 2ാം ദിവസമാണ് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് സംസാരിക്കുന്നത്, കേരളം ചർച്ച ചെയ്യുന്നത്. ഇത് വെള്ളാപ്പള്ളി നടേശൻ്റെ മിഷൻ അക്കംപ്ലിഷ്ഡ് ആണ്. വെള്ളാപ്പള്ളി നടേശൻ എന്താണോ കേരളം ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്, ആ ചർച്ചയ്ക്ക് വെടിമരുന്ന് ഇട്ട് കഴിഞ്ഞു. ആ വെടിമരുന്ന് പൊട്ടിത്തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ 2ാം ദിവസവും പറഞ്ഞതല്ല, അതിനോടുള്ള പ്രതികരണമാണ് ആദ്യ ഘട്ടത്തിൽ. അതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വളരെ സൂക്ഷിച്ചാണ് 2ാമത്തെ പ്രസംഗം തുടങ്ങുന്നത്. അതായത് കേരളത്തിൽ അപമാനിക്കപ്പെട്ട ഈഴവ നേതാക്കളുടെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ആർ ശങ്കരനെ അപമാനിച്ചില്ലേ, ഗൗരിയെ ഗൗരി ചോദ്യം എന്ന് വിളിച്ചില്ലേ, പിണറായി വിജയനെ തെങ്ങേറ്റക്കാരൻ്റെ മകനെന്ന് വിളിച്ചില്ലേ. അങ്ങനെ അപമാനിക്കപ്പെട്ട ഈഴവ നേതാക്കളുടെ കഥ പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ജാതി വിവേചനമാണ് ജാതി ചിന്ത ഉണ്ടാക്കുന്നത്. അങ്ങനെ കേരളത്തിൽ അപമാനിക്കപ്പെട്ട ആളുകളാണ് ഈഴവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്നത്തെ അതിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നിൽക്കുന്നത്. പക്ഷേ ഇന്നലെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിലുള്ള മറുപടി ഇന്ന് വന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളി ഇന്നലെ എന്താ പറഞ്ഞത്? കേരളത്തിൽ മുസ്ലിങ്ങൾ കുട്ടികളെ പെറ്റുകൂട്ടുകയാണ്, അതുകൊണ്ട് നമ്മൾ അതുപോലെ ചെയ്യണം, നമുക്ക് ആൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതിന് മറുപടി വന്നു. SDPIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, സമസ്തയിൽ നിന്ന് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞെന്താണെന്നറിയോ? വെള്ളാപ്പള്ളിയും എണ്ണം കുറയുന്നവരുടെയും വെള്ളാപ്പള്ളിയും അവരുടെ കൂടെയുള്ളവരും അവരുടെ ശേഷിക്കുറവിൻ്റെ കാര്യം പരിശോധിക്കണം എന്നാണ്. അവരുടെ ശേഷിക്കുറവിൻ്റെ കാര്യം പരിശോധിക്കണം, ഞങ്ങളുടെ അടുത്ത് വരണ്ട എന്നാണ് പറഞ്ഞത്. നോക്കൂ, 2 കുട്ടികളുള്ളവരിനേക്കാൾ ശേഷി കൂടുതലാണ് 4 കുട്ടിയുള്ളവന്, അതിലും കൂടുതലാണ് 8 ഉള്ളവന് എന്ന രീതിയിലേക്ക് ഈ ചർച്ചയെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മുടെ നാട്ടിലെ മൗലികവാദികൾ എത്തിക്കുകയാണ് ഇന്നത്തോട് ചെയ്തത്. ഇതാണ് വെള്ളാപ്പള്ളി നടേശനും വേണ്ടത്, ഇതായിരുന്നു BJPക്ക് വേണ്ടത്. 2 കൂട്ടരും ഇനി ഇതിൻ്റെ പേരിൽ ആർക്കാണ് ശേഷി കുറവ് എന്ന രീതിയിൽ അടിച്ചുകൊള്ളും. ഈ ചില പറയും, ഈ നമുക്കൊക്കെ പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വേറെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ ചിരിക്കും. ഈ ശേഷിക്കുറവിൻ്റെയൊക്കെ കാര്യം വളരെ രഹസ്യമായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയ്ക്ക് പറഞ്ഞ് ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ സത്യമൊന്നുമില്ലെന്നറിയാം, നമ്മൾ പറയുകയുമില്ല, പക്ഷേ പറയുന്ന കേൾക്കുമ്പോൾ ആഹാ കൊള്ളാം എന്ന് തോന്നും. ഇതാണ് ഇന്ന് നടന്നത് കേരളത്തിൽ. ഇതിൻ്റെ പിന്നിൽ അണിയറയിൽ ചരട് വിരിച്ചവർ ചിരിക്കുന്നു. നമുക്കിനിയിപ്പോൾ ഇതിനകത്തെ ശേഷിക്കുറവിനെക്കുറിച്ചുള്ള തറ നിലവാരത്തിലുള്ള തർക്കങ്ങളുടെ, ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ, വാട്സാപ്പ് ഫോർവേഡുകളുടെ ഒരു വലിയ കഥ ഇനി കാണാം. ഇതുതന്നെയാണ് വടക്കേ ഇന്ത്യയിൽ ഒരു സമയത്ത് നടന്ന കുട്ടികളെ പെറ്റുകൂട്ടുന്ന ഫാക്ടറി എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾക്കെതിരെ വിമർശനം തുടങ്ങിയതിന് ശേഷം പിന്നെ അത് എവിടെയാണ് എത്തി നിന്നതെന്ന് നമുക്കറിയാം. ഇനി ഈ വിഷയത്തിൻ്റെ വസ്തുത കൂടെ പരിശോധിക്കണമല്ലോ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മുസ്ലിങ്ങൾ കൂടുതൽ സീറ്റുകൾ നേടുന്നു, അവരുടെ ജനസംഖ്യ കൂടുതലാണ്. അത് സത്യമാണ്. ആ സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കാൻ. മലപ്പുറത്ത് 4 സീറ്റുകൾ അവർക്ക് കൂടുതൽ കിട്ടി. മലപ്പുറം ജില്ലയ്ക്ക്, അവർക്കെന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയ്ക്ക്. പത്തനംതിട്ടയിൽ 2 സീറ്റ് കുറഞ്ഞു, ആലപ്പുഴയിൽ 2 സീറ്റ് കുറഞ്ഞു. അത് ജനസംഖ്യാനുപാതികമായി തന്നെയാണ്, അത് ശരി. പക്ഷേ അത് മുസ്ലിങ്ങൾക്ക് കിട്ടിയെന്നും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കിട്ടിയില്ല എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. എന്താണ് ചരിത്രം? കേരളത്തിൻ്റെ ചരിത്രം, തിരുവിതാംകൂറിൽ വളരെ കാര്യമായി സാമ്പത്തികമായി മുന്നോക്കം വരുന്ന ഒരു സമൂഹം, അവിടെ കാര്യമായ വിദ്യാഭ്യാസം വരികയും ജനസംഖ്യയുടെ കുറവ്, അതിൻ്റെ തോത് വളരെ നേരത്തെ തന്നെ നമ്മൾ അനുഭവപ്പെട്ടതുമാണ്. മലബാറിൽ അങ്ങനെയല്ല. അല്ലെങ്കിൽ തന്നെ ജനസംഖ്യയെക്കുറിച്ച് പഠിച്ചവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദാരിദ്ര്യമാണ് ജനസംഖ്യ കൂടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ ദാരിദ്ര്യത്തിൽ അനുഭവിക്കുന്ന ഒരു ജനതയുടെ ഭാഗത്തുനിന്ന് ഒരു അതൊന്നും വേണ്ട, ഞാൻ അത് നിർത്തിവെക്കുന്നു. നമ്മൾ ഒരു നാട്ടിലെ പോക്കറ്റടിക്കാരെ പിടിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് അവരെ പല രീതിയിൽ ശ്രേണിവൽക്കരിക്കാം. അവരുടെ ജാതി നോക്കാം, അവരുടെ മതം നോക്കാം, അവരുടെ സാമ്പത്തിക അവസ്ഥയും നോക്കാം. നിങ്ങളിത് ഏത് അവസ്ഥയെ നോക്കുന്നു എന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ വീക്ഷണം എന്താണെന്നുള്ളത്. അതുകൊണ്ട് ജനസംഖ്യ കൂടുന്നു എന്ന് പറഞ്ഞ് സീറ്റുകൾ കുറഞ്ഞു കൂടി എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളിതിൻ്റെ യഥാർത്ഥ വിഷയം കൂടി പരിഗണിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ടേക്ക്. മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ ജനസംഖ്യ തിരുവിതാംകൂറിനെ തെക്കൻ കേരളത്തിന് ആനുപാതികമായി കുറയുന്നില്ലെങ്കിൽ അതിന് കാരണം വേറെയാണ് സർ. അത് ആളുകൾ പഠിച്ച് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ. അതാണ് വസ്തുത. അത് പറയണം. അല്ലാതെ ഒരുമാതിരി തറ ലെവലിൽ ശേഷി കുറവിനെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് ഇന്ന് ഇതിന് മറുപടി വന്ന മുസ്ലിം നേതാക്കൾ കാണിച്ചതുപോലെയുള്ള പരിപാടിയിലേക്ക് പോകരുത്.
എൻ്റെ ടേക്ക് 1. 2, എന്താണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പറയുമ്പോൾ ഇതിനുള്ള പ്രതികരണം? നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചതാണ്, സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് CPM ഒന്നും പറയാൻ പോകില്ല എന്ന്. ഒരു പക്ഷേ ശ്രീ VN വാസവൻ അവിടെ വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്ന ചടങ്ങാണ്, ആ ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിനെതിരെ തേവ് പറയാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു വാദത്തിന് വേണമെങ്കിൽ സമ്മതിക്കാം. പക്ഷേ ശ്രീ V ശിവൻകുട്ടി ഭാരതാംബയുടെ കാര്യത്തിൽ വന്നപ്പോൾ അവിടെ നിന്ന് പരസ്യമായി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ ഇറങ്ങിപ്പോവുകയാണ്, എൻ്റെ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് പോന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പരിപാടിക്ക് പോകാതിരിക്കാം, അങ്ങനെയല്ല തീരുമാനിച്ചത്. എന്ന് മാത്രമല്ല, വൈകുന്നേരം CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വരുമ്പോൾ, അല്പം മുമ്പാണ് പ്രസ്താവന ഇറങ്ങിയത്, വളരെ വേഗമായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ എന്ന പേര് വേണ്ടത് വാന്ന അക്ഷരം പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു പ്രസ്താവന നടത്തുക, ഇത് ആരെ പറ്റിക്കാനാണ്? ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അണിയറയിൽ നിന്ന് പള്ളു പറയാൻ ആളുകളെ ഇറക്കി വിടുന്നതിൽ ഒന്നാമത്തെ പ്രതി ഇവരാണോ എന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നു. ഇങ്ങനെ ഒരു തർക്കം വരേണ്ടത് ഇവരുടെ ആവശ്യമാണ്. എവിടെ നിന്നാണ് CPM ഇവിടെ എത്തിയതെന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഗാസയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു നിയോജക മണ്ഡലത്തിൽ ഒരെണ്ണം വെച്ച് പ്രകടനം നടത്തിയ ആളുകളാണ്. 2015 വെള്ളാപ്പള്ളി നടേശൻ, അഷ്റഫ് എന്ന് അവൻ്റെ പേര് ഞാൻ മറന്നുപോയി, നൗഷാദ് രണ്ടുപേരെ രക്ഷിക്കാൻ വേണ്ടി താഴേക്ക് ചാടി മരിച്ചു പോയപ്പോൾ അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വിഷത്തിന് കൃത്യമായി മറുപടി പറഞ്ഞ CPM. വെള്ളാപ്പള്ളി നടേശനെ ഓരോ സ്ഥലത്തും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിന് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന CPM. അതേ CPM ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്ലേറ്റ് നേരെ തിരിക്കുകയാണ്. ഇപ്പോൾ ഗാസ ഇല്ല, ഗാസയിൽ ഇന്നും മരിച്ചു 26 പേർ. ഗാസയിൽ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യരെ കൊന്നു തള്ളുകയാണ്. ഒരു വർഷം മുമ്പ് CPM, 6 മാസം മുമ്പ് CPM ഗാസയ്ക്ക് വേണ്ടി ഇറങ്ങിയതിനേക്കാൾ അതിഗുരുതരമാണ് സ്ഥിതി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരിച്ചടി കിട്ടിയപ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടിയില്ല എന്ന് മനസ്സിലായപ്പോൾ അത് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. ഇതുപോലെ തന്നെയായിരുന്നു നവോത്ഥാന സമിതിയോ എന്തോ ഒരു സാധനം ഉണ്ടാക്കിയല്ലോ വെള്ളാപ്പള്ളി നടേശനെ വെച്ചുകൊണ്ട്, നവോത്ഥാന സംരക്ഷണ സമിതി എവിടെ പോയി? അതും ഇത് തന്നെയാണ്. ഓരോ കാലത്ത് 10 വോട്ട് നിലത്ത് കിടക്കുന്നുണ്ടാൽ അതെങ്ങനെ എടുക്കാം എന്നുള്ളതിൻ്റെ തന്ത്രങ്ങൾ മെനയുകയാണ് CPM ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ CPM മാത്രമല്ല കേട്ടോ, UDF ചെയ്യും, അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇവിടെ വിഷയം CPMൻ്റെ ഇരട്ടത്താപ്പ് ഇന്ന് വൈകുന്നേരത്തെ പ്രസ്താവനയോടുകൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും VN വാസവനെ അല്ല കുറ്റം പറയുക, കാരണം VN വാസവൻ ആ യോഗത്തിൽ നിന്ന് പറയാൻ പറ്റില്ല എന്നൊരു ഗതികേടെങ്കിലുമുണ്ട്. പക്ഷേ CPMൻ്റെ പ്രസ്താവന അത്യന്തരം അപമാനകരമാണ്. അവർ ആകപ്പെടുകയാണ് ഇന്ന് ചെയ്തത്. അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ പലതും പുറത്തു വരുമെന്ന് പറയുമല്ലോ, അതുപോലത്തെ അവസ്ഥയായിപ്പോയി. കാരണം വെള്ളാപ്പള്ളിയെ തള്ളാൻ പറ്റില്ല. CPM കൊണ്ടുവച്ചിരിക്കുന്ന ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി. അത് വെള്ളാപ്പള്ളി നടേശൻ ഇനി എന്തു പറഞ്ഞാലും വെള്ളാപ്പള്ളിക്കെതിരെ പരസ്യമായി പറയാൻ പറ്റില്ല. അതാണ് വിഷയം. ഇനി UDFിൻ്റെ കാര്യമെടുത്താലോ, UDF മോശമൊന്നുമല്ല. UDFിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ഇനിയിപ്പോൾ ബാക്കിയുള്ളത് മുസ്ലിങ്ങൾ മാത്രമാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി നടന്ന പ്രോജക്റ്റ് എന്താ? കേരളത്തിലെ 50% എന്ന് പറയുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചേരുന്നതാണ്. ഇതിനെ നടുകെ പിളർക്കാനുള്ള ലവ് ജിഹാദ് പോലെയുള്ള പ്രോജക്റ്റുകൾ 10 വർഷമായി കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും തമ്മിൽ തെറ്റുന്നൊരു സ്ഥിതി വന്നു. മുസ്ലിം എവിടെ വോട്ട് ചെയ്യുന്നു അവിടെ ക്രിസ്ത്യാനി വോട്ട് ചെയ്യില്ല എന്നൊരു സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കണം, അതേസമയം മുസ്ലിം വോട്ടുകൾ ഒരു കാരണവശാലും പോകാനും പാടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശൗര്യം കൂടും. വെള്ളാപ്പള്ളി നടേശനെതിരെ അതിശക്തമായി പ്രതികരിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനിയും പ്രസ്താവനകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. അതേസമയം മുസ്ലിം സമുദായ സംഘടനകളുടെ ഭാഗത്തുനിന്നൊരു വിഷയമുണ്ടായാലോ, എങ്ങനെയാണ് സ്കൂൾ സമയമാറ്റത്തെക്കുറിച്ചുള്ള വിഷയം വന്നപ്പോൾ എങ്ങനെയാണ് സൂംബ ഡാൻസ് ഉണ്ടായപ്പോൾ പ്രതിപക്ഷ നേതാവും മറ്റുമൊക്കെ പ്രതികരിച്ചത്? എന്താ പച്ചവെള്ളത്തിന് തീ പിടിക്കുന്നതാണ്, അവിടെ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കൂ, കേരളത്തിൻ്റെ ഡൈക്കോട്ടമി. കേരളത്തിൽ 2 മുന്നണികളും 2 പക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. CPM ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടി, ഹിന്ദു വോട്ടുകൾ ഒരു കാരണവശാലും പോകാതിരിക്കാൻ വേണ്ടി ഒരു അജണ്ട വെച്ച് പോകുന്നു. കോൺഗ്രസ്, UDF മുസ്ലിം വോട്ടുകൾ ഒരു കാരണവശാലും പോകാതിരിക്കാൻ അതിന് പിന്നാലെ പോകുന്നു. അതിനിടയ്ക്ക് ഇവിടെ തഴച്ചു വളരുന്നത് ഇവിടുത്തെ വർഗീയ കക്ഷികളാണ്. എങ്ങനെയായിരുന്നു മതമില്ലാത്ത ജീവൻ വിഷയമില്ലാതായത്? സൂംബ ഡാൻസ് ഇപ്പോൾ സ്കൂളുകൾ കളിക്കുന്നുണ്ടോയെന്ന് പോയി അന്വേഷിച്ച് നോക്ക്. സൂംബ ഡാൻസ് നടക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. പല സ്കൂളുകളും എതിർക്കുകയാണ്. തൊഴിലുറപ്പ് സമയത്ത് ഒരു പ്രസ്താവന, ഒരു പ്രതിജ്ഞ ചെയ്യണമെന്നായിരുന്നു, അതില്ലാതായി പോയല്ലോ. അങ്ങനെ ഓരോരോ വിഷയങ്ങളിലും ഇപ്പോൾ സ്കൂളിലെ സമയമാറ്റത്തിൻ്റെ കാര്യത്തിൽ പോലും വളരെ ശക്തമായ റെസിസ്റ്റൻസാണ്. മിണ്ടുന്നില്ല UDF. അതേസമയം ഇപ്പുറത്തോ വെള്ളാപ്പള്ളി നടേശൻ കേരളം മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാക്കി കളയുമെന്നൊക്കെയുള്ള കല്ല് വെച്ച നുണ പറയുകയും പച്ചയ്ക്ക് വർഗീയത പറയുകയും ചെയ്യുകയാണ്. ഈ 2 കൂട്ടർക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട മുന്നണികളുടെ പിന്തുണയുണ്ട്. അതാണ് സ്ഥിതി. ഇതിനിടയ്ക്ക് നമ്മൾ പെടുകയാണ്. ഇത് കണ്ട് അത്ഭുതപ്പെടരുത്. അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പരീക്ഷണശാലയാണ് നടക്കുന്നത്. അതിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സുജയ, രണ്ടാം ദിവസമാണ് നമ്മൾ വെള്ളാപ്പള്ളി ചർച്ചയ്ക്കെടുക്കുന്നത്. അതോടുകൂടി തന്നെ ഒരുപക്ഷെ വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചത് ഫലം കണ്ടു എന്ന് വേണം നമ്മൾ കരുതാൻ. നിവൃത്തിയില്ല. കാരണം തുടർച്ചയായി വെള്ളാപ്പള്ളി അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. കേസെടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? കേസെടുക്കില്ലേ? കേസെടുക്കില്ല. ഈ നിലപാട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. കേസെടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേസിനെ പറ്റി പറയാൻ പോലും പോകുന്നില്ല. വെള്ളാപ്പള്ളി നടേശന്റെ പേര് പറയാത്ത ഒരു പ്രസ്താവന വന്നു കഴിയുമ്പോൾ ഇനിയും നിഷ്കളങ്കമായി എം സ്വരാജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കേസെടുക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരാണ് ഭൂലോക പൊട്ടന്മാർ എന്നേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കേസെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യവുമില്ല. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് എന്നതാണ് ഇന്നത്തെ അദ്ദേഹത്തെ ആദരിക്കുന്ന പള്ളുരുത്തിയിലെ ചടങ്ങിൽ സംസാരിച്ചവരുടെയൊക്കെ വാചകങ്ങളിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. CPIM സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിലും മതനിരപേക്ഷത സംരക്ഷിക്കുന്ന നിലപാട് SNDP സ്വീകരിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. അതിലൊരു ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമായി SNDPയുടെ മതനിരപേക്ഷത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ഉപദേശം. ഇതേ ഉപദേശം നമ്മൾ എവിടെയാണ് കേട്ടത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ ശ്വാസമുട്ടൽ പരാമർശം നടത്തിയതിനു ശേഷം നടത്തിയ ആദരവിൽ അവിടെയും മതനിരപേക്ഷതയെക്കുറിച്ച് അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന രീതിയിലുള്ള ഒരു ഉപദേശ രൂപത്തിലുള്ള, താക്കീത് പോലുമല്ല, ഉപദേശ രൂപത്തിലുള്ള ഒരു മൃദുശാസന. അതിനപ്പുറത്തേക്കൊന്നും കാര്യങ്ങൾ പോകില്ല. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുകയാണ് അല്ലെങ്കിൽ ചേർന്ന് നിൽക്കും എന്നുള്ള ഒരു ഉറപ്പ് ഇടതുപക്ഷത്തിനുണ്ട് എന്നതാണ് ഇന്നത്തെ ഈ പ്രസ്താവനയടക്കം വായിക്കുമ്പോൾ VN വാസവന്റെ വാക്കുകൾ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത്. വർഗീയ പരാമർശം തള്ളിപ്പറയുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ല എങ്കിൽ എല്ലാവരെയും പേരെടുത്ത് വിമർശിക്കുന്നതാണല്ലോ. എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ പേര് പറയുന്നില്ല? സെക്രട്ടേറിയറ്റിൽ ആ പേര്, സെക്രട്ടറിന്റെ പ്രസ്താവനയിൽ ആ പേര് വരാത്തതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് ഈഴവ വോട്ട് ബാങ്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അകന്നുപോയ വോട്ടുകൾ തിരികെ കൊണ്ടുവരിക. പിന്നെ CPIMനെ നേരത്തെ ജിമ്മിസാറൊക്കെ സൂചിപ്പിച്ചതുപോലെ CPIMന് വേറെ ഏത് വോട്ട് ബാങ്കിലാണ് പിടിമുറുക്കാൻ കഴിയുക? CPIM ഒരു ഹിന്ദു പാർട്ടിയാണ്. ഹിന്ദുക്കളാണ് CPIMന്റെ എക്കാലത്തെയും ഉറച്ച കേഡർമാരായി നിൽക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും. കൂടുതൽ വോട്ടുകൾ വരുന്നതും ഹിന്ദുക്കളിൽ നിന്നാണ്. അല്ലാതെ ക്രിസ്ത്യൻസോ മുസ്ലിംസോ കൂടുതലായി ഇടതുപക്ഷത്തെ വന്ന് വോട്ട് ചെയ്ത് സഹായിക്കും എന്നുള്ള ഒരു ധാരണ ഇടക്കാലത്തുണ്ടായി വന്നിട്ടുണ്ട്. അതിനായിട്ടുള്ള നീക്കങ്ങൾ CAA-യിലടക്കം നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ അത് പാളിപ്പോയി. പ്രതീക്ഷിച്ച രീതിയിലുള്ള പിന്തുണ കിട്ടിയില്ല എന്ന് മാത്രമല്ല, കയ്യിലുണ്ടായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും കണ്ടു. അതുകൊണ്ട് തന്നെ കൃത്യമായി തങ്ങൾക്കൊപ്പം കാലാകാലങ്ങളായി ഉറച്ചു നിൽക്കുന്ന തൊഴിലാളി വർഗ്ഗ വോട്ടുകളടക്കം ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് ഇപ്പോൾ CPIM എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനെ പിണക്കില്ല. വെള്ളാപ്പള്ളി നടേശനെ എന്നല്ല, വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു സോഴ്സും അടക്കില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് 100 ദിവസം തികച്ചില്ല. 6-7 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. മൂന്നാം ഊഴത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ആ മൂന്നാം ഊഴം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ വെള്ളാപ്പള്ളിയെ പോലെയുള്ളവരുടെ പിന്തുണ കൂടിയേ തീരൂ എന്നത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ്. അല്ലാത്ത പക്ഷം ഈ കാര്യത്തിലൊക്കെ വെള്ളാപ്പള്ളി പറഞ്ഞ വാചകങ്ങൾ അത് ശരിയല്ല, പ്രൊഡക്ഷൻ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ അദ്ദേഹം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ 24 മണിക്കൂറിൽ കൂടുതലായി കഴിഞ്ഞിരിക്കുകയാണ്. അതേക്കുറിച്ചൊന്നും നോ കമൻസ് എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നതും വ്യക്തമാണ്. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ മതാധിപത്യം എന്നതാണ്. അപ്പോൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം എന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങനെ ഒരു മൃദു സമീപനം എടുത്താൽ മതിയോ? മതാധിപത്യം ഉണ്ട് എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത് തെറ്റാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ജനാധിപത്യമുള്ള സംസ്ഥാനമാണ്, ജനാധിപത്യമുള്ള ഒരു രാജ്യത്തിന്റെ ഭാഗമാണ് എന്നെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഈ പ്രസ്താവനയുടെ ഭാഗമായി വരേണ്ടതായിരുന്നു. അതും ഉണ്ടായിട്ടില്ല. കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശേഷി ഈഴവനുണ്ട്. അതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ടാണ് VN വാസവൻ ഇന്ന് നല്ല വൃത്തിയായി പുകഴ്ത്തിയതും. അത്രേ ഉള്ളൂ. കൂടുതലൊന്നും അതിനകത്ത് പറയാനില്ല. കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനായി പല മണ്ഡലങ്ങളിലും ഡിസിസീവായിട്ടുള്ള ഒരു ഫാക്ടറായി ഈഴവ വോട്ടുകൾ വരും എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അല്ലാതെ ഈഴവ വോട്ട് കൊണ്ട് 140 മണ്ഡലത്തിലും ജയിക്കാമെന്നല്ല, പക്ഷേ ഈഴവ വോട്ട് കൂടിയേ തീരൂ ജയത്തിലേക്ക് എത്താൻ പല മണ്ഡലങ്ങളിലും. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങി, വലിയ വിമർശനമൊന്നും വേണ്ട, ഒരു മയത്തിൽ അങ്ങ് വിട്ടാൽ മതി. അതിപ്പോൾ UDF ആയാലും അങ്ങനെ തന്നെയാണ്. ഇന്ന് VD സതീശന്റെ ഭാഗത്ത് നിന്ന് എതിർത്ത് നിലപാട് വരുന്നു. കാരണം എന്താണ്? അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയെ അടക്കം കൂടെ കൂട്ടി നിൽക്കുകയാണ്. അവിടുത്തെ പൊളിറ്റിക്സ് വേറെയാണ്. അവിടെ ലീഗിനെ കൂടെ നിർത്തണം, ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്തണം, പാലക്കാട്ട് പ്രകടനം നടത്തിയ SDP-യെയും വേണമെങ്കിൽ കൂടെ നിർത്തും. ആ രീതിയിലാണ് UDF-ന്റെ ഒരു സ്ട്രക്ചർ പോകുന്നത്. അതുകൊണ്ട് മറുഭാഗത്ത് തങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുന്നതിൽ CPIM വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ തൊട്ട് തലോടി നിർത്തുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഷ്ട്രീയമാണ്. അവരുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളിയാണ്, അല്ലെങ്കിൽ ഈഴവ വോട്ടുകളാണ്. അതുകൊണ്ടാണ് അപ്പുറത്ത് കിട്ടാൻ പോകുന്നില്ല എന്ന് ഉറപ്പുള്ള ഒന്നിനു വേണ്ടി വെറുതെ എന്തിനാണ് മെനക്കെടുന്നത് എന്ന് തോന്നിക്കാണും CPIM-ന്. അത്രേ ഉള്ളൂ അതിൽ. പിന്നെ കാന്തപുരത്തെക്കുറിച്ചുള്ള വിമർശനം തുടരുന്നു എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്
ഒരു ഡയറക്റ്റ് അറ്റാക്ക് ആയിട്ടാണ് വരുന്നത്. അതോടൊപ്പം തന്നെ SNDP ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയിലടക്കം പ്രകാശ് മാസ്റ്റർ അടക്കം വന്നിട്ട് പറയുന്നത് എന്താണ്? SNDP എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലെയൊന്നുമല്ല. അങ്ങനെയുള്ള ഒരു സംഘടനയായ SNDPയെ കാണുന്നില്ല. അത് ഇടതുപക്ഷത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ചർച്ചകളിലേക്കൊക്കെ വരുമ്പോൾ ചർച്ചകളിൽ പങ്കെടുക്കുന്ന CPIMന്റെ പ്രതിനിധികളിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവാണല്ലോ ഇന്ന് നമുക്ക് ചർച്ചയ്ക്ക് വന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്നത് പാർട്ടി സെന്ററിന്റെ പാർട്ടിയുടെ അഭിപ്രായമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. SNDP യോഗത്തെ അല്ലെങ്കിൽ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതസംഘടനയെ പോലെയോ ഒരു തീവ്ര നിലപാടെടുക്കുന്ന സംഘടനയെ പോലെയോ അതിന്റെ അമരക്കാരനെ പോലെ കാണുന്നില്ല ഇടതുപക്ഷം. CPIM അങ്ങനെ കാണുന്നില്ല. അത് വ്യക്തമാണ്. അത് ആ പ്രസ്താവനകളിൽ നിന്ന് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ജാതിക്ക് വേണ്ടി 24 മണിക്കൂറും ജാതി മാത്രം പറയുകയും ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് തന്നെ ജാതി കോമരം എന്ന് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആ കാര്യത്തിൽ വസ്തുതയില്ലേ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹം അത് പ്രസന്റ് ചെയ്യുന്നത്. കാരണം ബാക്കിയുള്ളവർക്കെല്ലാം പറയാം താൻ തന്റെ സമുദായത്തിന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ താൻ ജാതി കോമരമായി മാറും. മുസ്ലിം വിദ്വേഷം അല്ലെങ്കിൽ മുസ്ലിം ഇതര മതങ്ങളോടുള്ള വിദ്വേഷം മുസ്ലിം സംഘടനാ നേതാക്കൾ പറയുന്നില്ല എന്നതിന്റെ അർത്ഥം അവരവരുടെ സംഘടനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നല്ല. അവരുടെ സമുദായത്തിന് വേണ്ട കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ അവർക്ക് നന്നായി അറിയാം. ആ കാര്യങ്ങളിൽ കൃത്യമായി അവർ ഇടപെടാറുമുണ്ട്. സമസ്തയടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ ബുധനാഴ്ച 3:30 ചർച്ച വിളിച്ചിരിക്കുകയാണ് ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട്. സർക്കാർ ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ ആ തീരുമാനത്തിലേക്ക് എത്തിയതിനു ശേഷം വീണ്ടും സമ്മർദ്ദം ചെലുത്തി അല്ലെങ്കിൽ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയാണ്. പക്ഷേ ഈ തീരുമാനം മാറ്റുമ്പോൾ സർക്കാർ കൊടുക്കുന്ന തീരുമാനം മാറ്റുകയാണെങ്കിൽ മാറ്റാതിരിക്കട്ടെ. കാരണം എല്ലാവർക്കും ഒരേ രീതിയിലുള്ള നീതി നടപ്പാവുക എന്നതാണല്ലോ അധികാരത്തിലേറുന്ന ഒരു സർക്കാർ കാണിക്കേണ്ട ഉത്തരവാദിത്തം. അതിൽ നിന്ന് അവരുടെ കൺസേൺസ് കേൾക്കുക. പക്ഷേ അവർ പറയുന്ന 3 നിർദ്ദേശങ്ങൾക്ക് അതേപടി വഴങ്ങുകയാണെങ്കിൽ അത് കൊടുക്കുന്നത് ഒരു തെറ്റായ സന്ദേശമായിരിക്കും. അത് വി ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാർക്കും സർക്കാരിന്റെ ഭാഗമായവർക്ക് നന്നായി അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവർ പറയുന്ന നിർദ്ദേശങ്ങൾ അതേപടി നടപ്പാക്കുന്നത് ആ രീതി എത്രത്തോളം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം സാധ്യമാകും എന്ന ഒരു വിഷയം കൂടിയുണ്ട്. മാത്രമല്ല നിങ്ങൾ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം അവർ പറയുന്നത് കേട്ട് അതിനുവേണ്ടി മാത്രം നിൽക്കുന്ന ഒരു സർക്കാരാണോ എന്നൊരു തോന്നൽ അതവിടെ ഉണ്ടാകും. വെള്ളാപ്പള്ളിയെ പോലുള്ളവർ അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്കൂൾ സമയമാറ്റം, സൂംബ അടക്കമുള്ള വിഷയങ്ങളൊക്കെ വെള്ളാപ്പള്ളിയുടെ ഇന്നലത്തെ പ്രസംഗത്തിലും പരാമർശിച്ച് പോയിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഞാൻ ഈ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം അതുപോലെ തന്നെ ആ പരിപാടി പൂർത്തിയായതിനു ശേഷം ദേശാഭിമാനിയുടെ എന്താണ് അവരുടെ ലീഡ് എന്ന് എടുത്തു നോക്കി. അവരുടെ ലീഡ് എന്ന് പറയുന്നത് ഈഴവർക്കും ഹിന്ദുക്കൾക്കും പരിഗണന കിട്ടുന്നില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണ്. നാളത്തെ പത്രത്തിലും അച്ചടിച്ച് വരാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. കാരണം വെബിൽ വരുന്നതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കുമല്ലോ പത്രത്തിലും വരിക. അപ്പോൾ ഈഴവർക്കും ഹിന്ദുക്കൾക്കും പരിഗണന കിട്ടുന്നില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ, അതാണ് ലീഡ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളെ പാർട്ടി പത്രത്തിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ ഓൺലൈനിൽ വന്നു കഴിഞ്ഞിരിക്കുന്ന വാർത്തയുടെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഈഴവർക്കും ഹിന്ദുക്കൾക്കും പരിഗണന കിട്ടാത്ത ഒരു സാഹചര്യം, അവിടെ അവർക്ക് പരിഗണന കൊടുക്കുന്ന പാർട്ടി CPIM ആണ്, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന പാർട്ടി CPIM ആണ് എന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിനിലേക്ക് കടക്കുന്നതിന് എത്ര എളുപ്പമാണ്. വെള്ളാപ്പള്ളി യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് CPIMനെ അല്ലേ? ഈഴോ വോട്ടുകൾ അകന്നുപോയി, CPIMന്റെ അടിത്തറ തകർന്നു എന്ന് മറുഭാഗത്ത് UDF പ്രചരിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല. വെള്ളാപ്പള്ളി നടേശൻ അടക്കം ഇവിടെ ഒപ്പം നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തി സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് പിടിക്കുന്നത് ആരാണ് എടുത്തു പറയുന്നത്? വെള്ളാപ്പള്ളി നടേശനാണ് പറയുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇൻ എഫക്ട് അത് ഗുണമാകാൻ പോകുന്നത് ഇടതുപക്ഷത്തിനാണ്. ഒരു 3-ാം ഊഴത്തിലേക്ക് ഇടതുപക്ഷത്തിനുള്ള നല്ല രീതിയിലുള്ള ഇന്ധനം ഇവിടെ കൊടുക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്നത് വ്യക്തമാണ്. VN വാസവൻ പറഞ്ഞ ഒരു വാചകം കൂടി ശ്രദ്ധിക്കണം. കുത്തഴിഞ്ഞ പുസ്തകമായിരുന്ന SNDP യോഗത്തെ കുത്തിക്കെട്ടി നല്ല പുസ്തകമാക്കി. 30 വർഷത്തെ കോൺട്രിബ്യൂഷനെ അടയാളപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ ആർ ശങ്കറിന് ശേഷമുള്ള ആർ ശങ്കറിന്റെ കാലഘട്ടത്തെക്കാൾ കൂടുതൽ സമയം ഈ പദവിയിലിരുന്ന ആൾ എന്ന വാചകമടക്കം മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രസംഗത്തിലും ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ ഈ 30 വർഷം പൂർത്തിയാക്കിയതിൽ ആദരിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയും പറഞ്ഞു ഇന്നിപ്പോൾ കുത്തഴിഞ്ഞ പുസ്തകത്തെ കുത്തിക്കെട്ടി നല്ല പുസ്തകമാക്കിയെന്ന് VN വാസവനും പറയുന്നു. ഇതൊക്കെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എത്രത്തോളം വില കൊടുക്കുന്നുണ്ട് എന്നതിന്റെ ഒരു കൃത്യമായ പ്രതിഫലനമാണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ അദ്ദേഹത്തെ വിമർശിച്ചിട്ടൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സർക്കാർ വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങളിലെ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ സമുദായത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളെ തള്ളി പറയാതെ അദ്ദേഹത്തെ ചേർത്ത് നിർത്തുമ്പോൾ വെള്ളാപ്പള്ളിക്കൊപ്പമാണ്. ആ ഒരു സമയത്ത് വിദ്വേഷത്തിന് കേസില്ലേ എന്ന് നമ്മൾ ചോദിച്ചാൽ വെള്ളാപ്പള്ളി എന്ത് പറഞ്ഞാലും കേസില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയുന്നത്. അതോടൊപ്പം തന്നെ UDFന്റെ ഭാഗത്ത് നിന്ന് VD സതീശൻ പറയുന്നു. പക്ഷേ ആ വേദിയിലുണ്ടായിരുന്ന ഹൈബി ഈഡൻ പറഞ്ഞത് എന്താണ്? കെ ബാബു എന്താണ് പറഞ്ഞത്? പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാട്ടുന്നയാൾ എന്നാണ് ഹൈബി ഈഡൻ MP വെള്ളാപ്പള്ളി നടേശനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ പറയാനുള്ളത് മുസ്ലിം വിദ്വേഷമാണെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാട്ടുന്നയാൾ എന്നാണോ ഹൈബി ഈഡൻ? ലീഗിന്റെ UDF ലീഗിലുണ്ടല്ലോ, ക്ഷമിക്കണം, ലീഗ് UDFിലുണ്ടല്ലോ. അപ്പോൾ ലീഗിനെ അടക്കം കൂടെ നിർത്തിക്കൊണ്ട് ഇപ്പോൾ ജമാഅത്ത് തിരിച്ചാണ് സത്യമെങ്കിലും നമ്മൾ ഇപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് ലീഗിനോട് പ്രത്യേകിച്ച് വിദ്വേഷമൊന്നുമില്ല. അപ്പോൾ ലീഗ് അവരുടെ പണി എടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ അത് പറഞ്ഞു പോയതാണല്ലോ. അപ്പോൾ ലീഗ് കൂടെ നിൽക്കുന്നുണ്ട്, UDFിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിന്റെ ഒരു ബഹുഭൂരിപക്ഷം വോട്ടുകളും തങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്, അതവർക്കറിയാം. എന്നിട്ടും ഹൈബി ഈഡൻ വെള്ളാപ്പള്ളി നടേശൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാൻ ധൈര്യം കാണിച്ചയാൾ എന്നൊക്കെ പറയുമ്പോൾ ഈ എന്ത് വിളിച്ചു പറഞ്ഞാലും അതിനെ ധൈര്യമെന്നാണോ ഹൈബി ഈഡൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹൈബി ഈഡനും അംഗീകരിക്കുകയാണ്. ഒരു വിമർശനവുമില്ല. ഹൈബി ഈഡന്
ഉറപ്പായിട്ടും പറയാമല്ലോ, വി ഡി സതീശൻ ആ വേദിയിലില്ല, പുറത്താണ്, വേദിക്ക് പുറത്താണ് വി ഡി സതീശൻ സംസാരിച്ചത്. ഹൈബി ഈഡൻ ആ വേദിയിലുണ്ട്. ഇന്നലെ താങ്കൾ പറഞ്ഞ വാചകങ്ങളിലെ ഇന്ന ഭാഗങ്ങൾ അത് ശരിയായില്ല, മുസ്ലിം മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലാണ് പ്രൊഡക്ഷൻ എന്നുള്ള ആ കമന്റിനടക്കം വലിയ രീതിയിൽ സ്ത്രീപക്ഷവാദമൊക്കെ പറയുന്ന ആളാണ് ഹൈബി ഈഡൻ. അപ്പോൾ ഹൈബി ഈഡന് നിങ്ങൾ പറഞ്ഞ ഈ പ്രൊഡക്ഷൻ വാദമൊക്കെ ശരിയല്ല. ക്രിസ്ത്യാനികൾക്കെതിരെ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസിലെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ കോട്ടയത്ത് പറഞ്ഞതിനുള്ള ഒരു മറുപടി കൊച്ചിയിൽ ഹൈബി ഈഡന് കൊടുക്കാമായിരുന്നു. അപ്പോൾ യു ഡി എഫിനും മറുപടിയില്ല. കിട്ടിയാൽ കിട്ടട്ടെ, അത് തന്നെയാണ് യു ഡി എഫിന്റെയും. ഇനി വലിയ രീതിയിൽ ഇടതുപക്ഷത്തെ പഠിപ്പിക്കാനായിട്ട് യു ഡി എഫോ അല്ലെങ്കിൽ വി ഡി സതീശനോ പോകേണ്ടതില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പുറത്ത് വി ഡി സതീശൻ എന്ന് പറയുന്നു, അതേ വേദിയിൽ വെള്ളാപ്പള്ളിയുടെ മുഖത്ത് നോക്കി പറയാൻ അവസരം കിട്ടിയിട്ടും അത് പറയാതെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ എം പി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ കൂടുതൽ വാദം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഈഴവരായ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയന് ശേഷം ആരാണാവുക എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇവിടെ എം സ്വരാജ് മൂല്യങ്ങൾക്ക്, അതായത് ശ്രീനാരായണ ഗുരു അടക്കം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം, അത് വ്യക്തിപരമായ അഭിപ്രായമായി നിൽക്കുകയാണ്. ഒരു സർക്കാരിന്റെ അഭിപ്രായമായി, പാർട്ടിയുടെ അഭിപ്രായമായി ഇങ്ങനെ ഒരു അഭിപ്രായം വരുന്നില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ വെള്ളാപ്പള്ളിക്ക് ഇന്നിപ്പോൾ പാണക്കാട് തങ്ങൾ കൊടുത്തിരിക്കുന്ന, സാദിഖലി തങ്ങൾ കൊടുത്തിരിക്കുന്ന മറുപടി, കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം അത് കാത്തു സൂക്ഷിക്കുകയാണ് വേണ്ടത്. പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഭരണകൂടമാണ് കേരളത്തിലുള്ളത്. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളോട് ആത്മസംയമനം പുലർത്തുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും അതിനെ വിടുകയാണ്. അതിനോട് ഡയറക്റ്റായി പ്രതികരിക്കുന്നില്ല, അത് വിടുന്നു. ഹൈബി ഈഡൻ ആ വേദിയിൽ ഉണ്ടായിരുന്നു. PMA സലാമാണ് കുറച്ചെങ്കിലും കടത്തി പറഞ്ഞത്. 2 ഗുളിക കഴിച്ചാൽ മതി, വെള്ളാപ്പള്ളിയുടെ അസുഖം ഭേദമാകും എന്ന് PMA സലാം മാത്രമാണ് പറയുന്നത്. വെള്ളാപ്പള്ളി തിരുത്തണം എന്ന് ഡയറക്റ്റായിട്ട് കെ മുരളീധരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വി ഡി സതീശനും കെ മുരളീധരനും 2 പേരാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ പരാമർശം ശരിയായില്ല, അത് തിരുത്തണം. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിക്ക് പിന്തുണ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന ആരോപണം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിനുള്ള മറുപടി മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിക്കൊപ്പമാണോ? അദ്ദേഹം എന്ത് പറഞ്ഞാലും ഈ നാട്ടിൽ കുഴപ്പമില്ല എന്നാണോ? അതാണ് എൻ്റെ ചോദ്യം. കേസെടുക്കേണ്ടതായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. കേസെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ഇതുവരെ കിട്ടിയില്ലെങ്കിൽ ദാ ഇപ്പോൾ ഈ നിമിഷം ഒരു കണ്ടന്റ് ജനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് അല്പസമയം മുമ്പ് ആലുവ അദ്വൈതാശ്രമത്തിൽ ആലുവ യൂണിയൻ സംഘടിപ്പിച്ച ശാഖാ നേതൃത്വ സംഗമത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തി സംസാരിച്ച വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു വാചകം ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. സാമുദായിക സർവേ എടുക്കുമ്പോൾ സാമ്പത്തിക സർവേ കൂടി വേണം, കുഴപ്പമില്ല. വിരുന്നു വന്നവർ വീട്ടുകാരായി, വീട്ടുകാർ പുറമ്പോക്കിലുമായി എന്നുള്ളതാണ്. ആരെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. നോക്കൂ, അതിൻ്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നു മുസ്ലിം ലീഗിനെ കുറിച്ച് ചത്ത കുതിരയാണെന്ന് നെഹ്റു പറയുന്നു, ഉറങ്ങുന്ന സിംഹമാണെന്നാണ് CH മുഹമ്മദ് കോയ പറഞ്ഞത്. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാണെന്ന് കരുതാം. എന്നാൽ നോക്കൂ, ന്യൂനപക്ഷങ്ങൾ എന്ത് ചെയ്താലും ചോദിക്കാനുള്ള ധൈര്യം ഒരു പാർട്ടിക്കുമില്ല. മുസ്ലിം സമുദായം എന്തെങ്കിലും പറഞ്ഞാൽ ഇവർ മിണ്ടുമോ? അവർക്കെല്ലാം വോട്ടു രാഷ്ട്രീയമാണ്. മതപണ്ഡിതന്മാരാണ് കൊടുവാളുമായി ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ പറയുന്നു വിരുന്നു വന്നവർ വീട്ടുകാരായി, വീട്ടുകാർ പുറമ്പോക്കിലുമായി എന്നാണ് പ്രസ്താവന. എന്ന് പറഞ്ഞാൽ എന്താണ്? 2ാം പൗരന്മാരായി ഒരു സമുദായത്തെ അധിക്ഷേപിക്കുന്ന BJPയുടെ സംഘപരിവാറിൻ്റെ അതേ ലൈൻ തന്നെയാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ വ്യക്തമായി കൈക്കൊള്ളുന്നത്. ഇതാദ്യമായിട്ടല്ലല്ലോ. നൗഷാദിൻ്റെ കഥ നമ്മൾ കണ്ടതല്ലേ. അന്ന് പിൽക്കാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നത് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ വാചകം ഇതാണ്: അഴുക്കുചാൽ വൃത്തിയാക്കവേ മാൻഹോളിൽ കുടുങ്ങിയ 2 തൊഴിലാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട ഓട്ടോ തൊഴിലാളിയും വേങ്ങേരി സ്വദേശിയുമായ നൗഷാദിനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ അധിക്ഷേപം മനുഷ്യത്വമില്ലായ്മയും വെളിവില്ലായ്മയുമാണ്. കേരളത്തിലെ തൊഗാഡിയാകാൻ നോക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ വിഷം വമിപ്പിക്കുകയാണ് എന്നാണ് പിണറായി വിജയൻ 29 നവംബർ മാസം 2015 ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. കേരളത്തിലെ തൊഗാഡിയ എന്ന് പിണറായി വിജയൻ വിശേഷിപ്പിച്ച അതേ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഇന്ന് അതേ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രി ഇന്ന് വിശേഷിപ്പിച്ച വാചകം വിശ്രമജീവിതം നയിക്കുന്ന കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന ഭാവനാസമ്പന്നനായ നേതാവാണ് എന്നാണ്. കേരളത്തിൻ്റെ തൊഗാഡിയിൽ നിന്ന് ചരിത്രം സൃഷ്ടിക്കുന്ന ഭാവനാസമ്പന്നനായ നേതാവ് എന്ന നിലയിലേക്ക് പിണറായി സർക്കാരിൻ്റെ കാലത്തെ ഒരു മന്ത്രിക്ക് മാറാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതിനുള്ള ഉത്തരം CPM അടിയന്തരമായി നൽകണം. ഇതിപ്പോൾ CPM കൊടുത്തിരിക്കുന്ന, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച വളരെ ദുർബലമായൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ ദുർബലമായ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത് SNDP എന്നുള്ളതാണ്. സോ SNDPക്കല്ല പ്രശ്നം. SNDPയുടെ തലപ്പത്തിരുന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ സൂചനയുള്ള അത്യന്തം വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾക്കാണ് പ്രശ്നം. അത് കേരളത്തെ ഇന്ന് എങ്ങനെ ചിന്തിപ്പിക്കാൻ പോകുന്നു എന്നതിന് ഉദാഹരണമാണ് ന്യൂനപക്ഷ സമുദായത്തിലെ ചില നേതാക്കൾ കൂടി നടത്തിയിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത്. ഞാൻ 2 കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാം. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾക്കും അപ്പുറം പറഞ്ഞതെല്ലാം പരമാബദ്ധമാണ്. മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റാൻ പോകുന്നുവെന്ന് VS പറഞ്ഞിരുന്നു.
അങ്ങനെ വി എസിന് ഒരു അഭിപ്രായമുണ്ടായിരുന്നോ? വി എസ് എന്താണ് പറഞ്ഞത്? വി എസിനെ കൂട്ടുപിടിച്ച് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷം സംഘപരിവാറിലെ അനുയായികൾ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രചരണമുണ്ട്. ആ പ്രചരണത്തിൻ്റെ ഭാഗമല്ലേ അത്? പച്ചക്കള്ളമല്ലേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്? വി എസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലെ വസ്തുതയല്ലേ? 2010 ജൂലൈ മാസം 24-ാം തീയതി ഒരു ചാനൽ അഭിമുഖത്തിൽ വി എസ് അച്യുതാനന്ദൻ NDF നടത്തുന്ന പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. പശ്ചാത്തലം എന്താണെന്നറിയാമോ? പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രീഡം പരേഡ് നടക്കുന്ന സമയം, ആ ഫ്രീഡം പരേഡുമായി ബന്ധപ്പെട്ട് വിവാദം ഉയരുമ്പോൾ NDFൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് വി എസ് അച്യുതാനന്ദൻ. അതിൽ വി എസ് അച്യുതാനന്ദൻ പറയുന്നു, പണവും ആയുധങ്ങളും കൊണ്ടും ഇവർ കൊല്ലിക്കും, അതിനുശേഷം അവർ കാലുവെട്ടുന്നതും കൈവെട്ടുന്നതുമൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഇതൊക്കെയാണ് അവരുടെ പരിപാടി. ഓഗസ്റ്റ് 15-ന് ഈ ഫ്രീഡത്തിൻ്റെ ഭാഗമായിട്ട് അവരും അതിൻ്റെ ഭാഗമായി അണിനിരക്കും. എന്നിട്ട് പറയുന്നു, ഈ ദേശീയവാദികളുടെ ഒപ്പം അണിനിരന്നുകൊണ്ട് അവരവരുടെ സാന്നിധ്യം അറിയിക്കാൻ നോക്കും. NDFനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, അവർ ചെറുപ്പക്കാരെ സ്വാധീനിക്കുകയും പണം കൊടുക്കുകയും മുസ്ലിം പെൺകുട്ടികളുമായി വിവാഹം നടത്തുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഇവർ ആരാണ്? NDFും പോപ്പുലർ ഫ്രണ്ടും ആ രീതിയിൽ വർഗീയ ലക്ഷ്യം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞതിനെ മുസ്ലിം സമുദായം കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായി മാറും എന്ന് വി എസ് പറഞ്ഞു എന്ന പച്ചക്കള്ളം പറഞ്ഞാണ് വെള്ളാപ്പള്ളി നടേശൻ അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത, ഒരാൾ പോലും പറയാൻ പാടില്ലാത്ത പച്ചക്കള്ളം പറഞ്ഞു. അത് പറഞ്ഞാണ് വർഗീയതയ്ക്ക് തുടക്കമിടുന്നത്. അതിനെയാണ് ഇവിടെ എൻഡോഴ്സ് ചെയ്യുന്നത്. എൻഡോഴ്സ് ചെയ്യുന്നത് CPMൻ്റെ മന്ത്രിസഭയിൽ ഒരു അംഗം എൻഡോഴ്സ് ചെയ്യുന്നത്. തീർന്നില്ല. കെ ബാബു, എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഏക MLA ആണ് ഇപ്പോൾ കെ ബാബു. അദ്ദേഹം തന്നെ പറയുന്നത് എന്താ? ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഏക MLA ആണ് ശ്രീ കെ ബാബു. അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹം പറയുന്നു, ഈ മാധ്യമങ്ങൾ വേട്ടയാടിയ നേതാവ്, ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു നേതാവില്ല. ഹൈബി ഈഡൻ പറയുന്നു, പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാനുള്ള കഴിവുള്ള നേതാവാണ്. ഇതാണോ പറയാനുള്ള, മുഖത്ത് നോക്കി പറയാനുള്ള കഴിവ് ശ്രീ ഹൈബി ഈഡൻ? എന്താണ് VM സുധീരൻ ഈ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞത്? 2016 പറഞ്ഞ വാചകമല്ലേ? കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ ഭ്രാന്തനാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞതല്ലേ? ഇവിടെ നിന്നും എവിടേക്കാണ് പോകുന്നത്? പിണറായി വിജയൻ അന്ന് തൊഗാഡി എന്ന് വിമർശിക്കുന്നു, വെള്ളാപ്പള്ളിയെ സുധീരൻ വർഗീയ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിക്കുന്നു. പിന്നീട് 10 വർഷം കഴിയുമ്പോഴേക്കും ചരിത്രം സൃഷ്ടിക്കുന്ന ഭാവനാസമ്പന്നനായ നേതാവായി വെള്ളാപ്പള്ളി നടേശൻ മാറുന്നത് എങ്ങനെയാണ്? CPMന് എങ്ങനെയാണ് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാനുള്ള നേതാവായി കോൺഗ്രസിന് മാറുന്നത്? എങ്ങനെയാണ് മാധ്യമങ്ങൾ വേട്ടയാടിയ നേതാവായി കോൺഗ്രസിന് വെള്ളാപ്പള്ളി നടേശൻ മാറുന്നത്? ഇവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തമായ സമുദായ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ പാർട്ടികൾ. അതിന് കേരളം കൊടുക്കുന്ന വില ചെറുതല്ല എന്നതാണ് എനിക്ക് പറയേണ്ടത്. രണ്ടാമത്തെ പച്ചക്കള്ളം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താ? ഇപ്പോൾ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ജനസംഖ്യയുടെ വർധനവ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും അതനുസരിച്ച് ഭൂരിപക്ഷം കിട്ടാൻ പോവുകയാണ് എന്നുള്ള ഒരു കണക്കാണല്ലോ പറഞ്ഞത്. പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? നമ്മുടെ മുമ്പിൽ ഒരു ഡേറ്റയില്ലേ? ഏതാ ഡേറ്റ? ആ ഡേറ്റ എന്ന് പറയുന്നത് ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ ഡേറ്റയാണ്. ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ ഡാറ്റയിൽ 2001 മുതൽ 2011 വരെയും 2011 മുതൽ 2021 വരെയുമുള്ള കണക്കെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിമുകളുടെ വളർച്ചാ നിരക്കും ഹിന്ദുക്കളുടെ വളർച്ചാ നിരക്കും താരതമ്യം ചെയ്തു നോക്കാം. 2001 മുതൽ 2011 വരെ ഹിന്ദു സമുദായത്തിൻ്റെ വളർച്ചാ നിരക്ക് 19.92% 16.76% ചുരുങ്ങി. എന്ന് പറഞ്ഞാൽ 3.2% കുറവ് ഹിന്ദു സമുദായത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നു. അതേസമയം മുസ്ലിം ജനസംഖ്യയുടെ വളർച്ചാ നിരക്ക് 2001 ഉണ്ടായിരുന്ന 29% നിന്ന് 24% താഴുന്നു. വളർച്ചാ നിരക്കിൽ കുറവത്ര? ഹിന്ദു സമുദായത്തിൻ്റെ വളർച്ചാ നിരക്കിൽ 3.2% മാത്രം ഇടിവുണ്ടാവുമ്പോൾ മുസ്ലിം ജനസംഖ്യയുടെ കാര്യത്തിൽ 5% ഇടിവാണ് ഉണ്ടാവുന്നത്. വളർച്ചാ നിരക്കിൽ ഉള്ള വ്യത്യാസം ഇത് 2011 വരെ, 2011 മുതൽ 2021 വരെ 1% വളർച്ചാ നിരക്കിലുള്ള വ്യത്യാസം മാത്രമേ ഹിന്ദു സമുദായത്തിൽ ഉണ്ടാവുന്നുള്ളൂ. അത് 16.76% നിന്നും 15.76% വരുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ കണക്ക് 24.6% നിന്ന് 18.2% കുറയുകയാണ്. മുസ്ലിം സമുദായത്തിൻ്റെ വളർച്ചാ നിരക്കിലെ കുറവ് ഹിന്ദു സമുദായത്തിലെ വളർച്ചാ നിരക്കിലെ കുറവിനേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5.6% മുസ്ലിം വളർച്ചാ നിരക്കിൽ കുറവുണ്ടാവുമ്പോൾ 1% മാത്രമാണ് ഹിന്ദു സമുദായത്തിലെ വളർച്ചാ നിരക്കിൽ കുറവുണ്ടാവുന്നത്. ഇതല്ലേ യാഥാർത്ഥ്യം? ഈ യാഥാർത്ഥ്യം
യാഥാർത്ഥ്യങ്ങൾ മുന്നിലിരിക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തോട് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളം അർഹിക്കുന്ന അജ്ഞതയുടെ തള്ളിക്കളയുക മാത്രമല്ല, ഇപ്പോൾ ഇതാ പുതിയൊരു നിർവചനം നൽകിയിരിക്കുന്നു. പുറത്തുനിന്ന് വന്നവർ നമ്മുടെ നാടിനെ ഭരിക്കുന്നു എന്ന മട്ടിലുള്ളൊരു പ്രചരണം നടത്തുമ്പോൾ വിരുന്ന് വന്നവർ വീട്ടുകാരായിട്ട് മാറുന്നു എന്നുള്ളൊരു പ്രചരണം നടത്തുമ്പോൾ നിങ്ങൾക്കതിനെ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? വിരുന്ന് വന്നവരാണോ ഇവിടുത്തെ മുസ്ലിം സമുദായം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്ത് ചരിത്രബോധമാണുള്ളത്? അത് സംഘപരിവാറിന്റെ നെഗറ്റീവ് അല്ലേ? വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണോ? ഇവിടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ദ്രാവിഡീയ സംസ്കാരം മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെയാണ് നമ്മുടെ നാട്ടിലായിരുന്ന മനുഷ്യർ, പുറത്തു നിന്ന് വന്ന മനുഷ്യർ? നമ്മുടെ മുന്നിൽ ചരിത്രവും വസ്തുതകളുമില്ലേ? ഇങ്ങനെ ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ സഹോദരന്മാരെ രണ്ടാം പൗരന്മാരായി അധിക്ഷേപിച്ച് സംസാരിക്കുന്ന പ്രവണത തുടങ്ങുകയാണ്. ഈ വെള്ളാപ്പള്ളി നടേശന് മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രശ്നമാണ്. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഏതോ ഒരു പ്രത്യേക ബാധ ബാധിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശൻ മാറുന്നു എന്നുള്ളതാണ്. ഈ കളി എന്തിനു വേണ്ടിയാണെന്നറിയാം. അതിൻ്റെ രാഷ്ട്രീയ കളിയുടെ സൂചനയാണ് ഒരുപക്ഷെ നമ്മൾ ഭയപ്പെടുന്നത്. അത് CPM-ഉം ഒരേപോലെ കോൺഗ്രസും എൻഡോസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. BJP ഇത് പൂർണ്ണമായിട്ടുള്ള നെഗറ്റീവായിട്ട് എടുക്കുന്നു. BJP നടത്താൻ പോകുന്ന ഏറ്റവും വലിയ പ്രചരണം ഇതല്ലേ? 11 ഇടങ്ങളിൽ 1-ാം സ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന BJP-ക്ക് കിട്ടിയ ആയുധമല്ലേ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവന? 39% ഈഴവ പിന്തുണയുള്ള ഒരു പാർട്ടിയായി BJP മാറിക്കഴിഞ്ഞില്ലേ? ആ നിലയിൽ BJP-യിലേക്കുള്ള വോട്ടിൻ്റെ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കുക, അത് കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നുമുള്ള വോട്ടുകളെ ഷിഫ്റ്റ് പിളർത്തുക. അങ്ങനെ 2026-ൽ CPM വീണ്ടും അധികാരത്തിലേക്ക് വരികയും BJP കേരളത്തിൽ വളരുകയും ചെയ്യുക എന്ന് പറയുന്നൊരു ലോങ് പൊളിറ്റിക്കൽ ഗെയിൻ, അതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ മനസ്സിലുള്ളത്. അതേതെങ്കിലും തരത്തിൽ UDF-നെയോ ഇവിടുത്തെ ഈഴവ സമുദായത്തെയോ സഹായിക്കാൻ വേണ്ടിയുള്ളതല്ല. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ സാമുദായിക സന്തുലിതാവസ്ഥയുടെ മേൽ ഒരു മുന്നയായി മാറരുത് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള നേതാക്കളെന്നേ നമുക്ക് പറയാനുള്ളൂ. ഗുരു പറഞ്ഞതിൻ്റെ ഏതെങ്കിലും ഒന്ന്, BSF ഫണ്ട് പറഞ്ഞിട്ടുണ്ട്, 100 കോടിയിലധികം രൂപയുടെ പണം വാങ്ങിയിട്ടല്ലേ നിങ്ങൾ ഇവിടെ കച്ചവടം നടത്തുന്നത് എന്ന്. അതിനൊക്കെയുള്ള മറുപടി കാലം സമർപ്പിക്കേണ്ടതാണ്. ഇന്ന് ആ കോളേജുകളുടെ അവസ്ഥ നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, ഗുരു പറഞ്ഞ ഒരു കാര്യത്തിലും ഗുരുവിനോട് നീതി പുലർത്താത്ത ഒരു സംവിധാനം ഇവിടെയുണ്ട്. ആ നീതി പുലർത്താത്ത സംവിധാനത്തിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ പടിയിറങ്ങുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അതല്ലെങ്കിൽ ചരിത്രത്തിൽ ഈ ശ്രീനാരായണ ഗുരുവിരുന്ന പാതയിൽ സഞ്ചരിച്ച ആ മനുഷ്യനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നൊരു സാമുദായിക നേതാവായി ചരിത്രം വാഴ്ത്തുന്ന കാലം അധികം ദൂരമല്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ, ഇത് സംഭവിച്ചിരിക്കുന്നത് വ്യക്തമായ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയാണ്. അതിപ്പോൾ എൻഡോഴ്സ് ചെയ്യേണ്ട പരിതാപകരമായ അവസ്ഥയിലേക്ക് കോൺഗ്രസും CPM-ഉം മാറിക്കഴിഞ്ഞിരിക്കുന്നു. BJP-എതിരെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ പോകുന്നു. ഇതുണ്ടാക്കാൻ പോകുന്ന തകരാറ് എന്ന് പറയുന്നത് നമ്മുടെ സാമുദായിക സന്തുലിതാവസ്ഥയുടെ ഒരു ഐക്യമുണ്ടല്ലോ, ആ ഐക്യത്തെയും സൗഹാർദ്ദത്തെയും ആയിരിക്കും എന്നുള്ളതാണ്. അത് ആ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ വല്ലാതെ ബാധിക്കും എന്നുള്ളതാണ്. അത് വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒരൊറ്റ ജാതിയും ഒരൊറ്റ മതത്തെക്കുറിച്ചും പറയുകയും മനുഷ്യനെന്ന മതത്തെക്കുറിച്ച് പറയുകയും ചെയ്ത ശ്രീനാരായണ ഗുരുവിൽ നിന്ന് മതം തിരിച്ച് ജാതി തിരിച്ച് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അവിടെ വെള്ളാപ്പള്ളി നടേശനാണ് ഇവിടെ ഈ വർഗീയമായിട്ടുള്ള ഭ്രാന്ത് പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാചകങ്ങളെങ്കിലും കേസിന് പര്യാപ്തമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കേസെടുത്ത് നിലയ്ക്ക് നിർത്തുക എന്നതാണ്. PC ജോർജിനെതിരെ എങ്ങനെയാണോ നിലപാട് സ്വീകരിക്കുന്നത് അതേ നിലപാട് സ്വീകരിക്കാൻ പര്യാപ്തമാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകളും. വിദ്വേഷത്തിന് കേസില്ലേ എന്നായിരുന്നു ചോദ്യം. 4 പേരും നിലവിൽ ഒരു കേസും എടുത്തിട്ടില്ല. ഈ നിലയ്ക്ക് പോയാൽ കേസെടുക്കാൻ ആലോചിക്കുന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നോ എന്ന് 4 പേർ. Meet the editors.